ജാതിയുടെയും നിറത്തിന്റെയും പേരിലുള്ള വിവേചനങ്ങൾ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നത് പച്ചയായ സത്യമാണ്. വീട്ടിലും നാട്ടിലും സുഹൃത്തുക്കൾക്കിടയിലും ജോലി സ്ഥലങ്ങളിലും എല്ലായിടത്തും ഈ വേർതിരിവ് പലപ്പോഴും പ്രകടവുമാണ്. ചീഫ് സെക്രട്ടറി പോലും നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ട നാട്. എന്നാൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ ജാതിയുടെ പേരിൽ അധിക്ഷേപം നേരിട്ടത് 2 ജീവനക്കാരാണ്. ആലപ്പുഴ കളക്ടറേറ്റിലെ ജീവനക്കാർ ജാതീയ വിവേചനം നേരിട്ടുന്ന കേസിൽ മേലുദ്യോഗസ്ഥയെക്കുറിച്ച് ഗുരുതരമായ വിവരങ്ങളാണ് എഫ്ഐആറിലുള്ളത്. ഹുസൂർ ശിരസ്തദാർ പ്രീത പ്രതാപിനെതിരെയാണ് ജീവനക്കാരന്റെ മൊഴി. പ്രത്യേക ഹാജർ പുസ്തകം സംബന്ധിച്ച ചോദ്യത്തിന് പട്ടിക്കും പൂച്ചയ്ക്കും ഇത് മതിയെന്ന് പ്രീത മറുപടി നൽകിയതായും എഫ്ഐആറിലുണ്ട്. സംഭവത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പി ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തും. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, നമ്മുടെ അതായത് 2025 ആകുമ്പോഴും നമ്മുടെ നാട്ടില് ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ ആളുകൾ വിവേചനം നേരിടുന്നു, അധിക്ഷേപം നേരിടുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി പുറത്തു വരുന്നതാണ് ആലപ്പുഴ കളക്ടറേറ്റിൽ സംഭവിച്ച 2 ജീവനക്കാർ നേരിട്ട ജാതീയമായിട്ടുള്ള അധിക്ഷേപം. അതായത് പട്ടിക്കും പൂച്ചയ്ക്കും ഇത് മതി എന്ന രീതിയിൽ ഒരു മേലുദ്യോഗസ്ഥ 2 കീഴ് ജീവനക്കാരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. പിന്നീട് തുടർച്ചയായി ജാതിയുമായ വിവേചനം നേരിടുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഇതിനെതിരെ പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ശാരദാ മുരളീധരന്റെ വിഷയത്തിൽ പലയിടങ്ങളിലും അവരെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ആളുകൾ രംഗത്തെത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ കളക്ടറേറ്റിൽ 2 കീഴ് ജീവനക്കാർ ജാതീയമായ അധിക്ഷേപം നേരിടുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ മേലുദ്യോഗസ്ഥർക്ക് ഈ വിവരം പുറത്തു വന്ന ശേഷം നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത് ശരണ്യ? ടോം, തീർച്ചയായും നമുക്ക് ഇപ്പോൾ ശാരദാ മുരളീധരന്റെ വിഷയവുമായി ബന്ധപ്പെട്ട തന്നെ ചീഫ് സെക്രട്ടറിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ആലപ്പുഴ കളക്ടറേറ്റിലെ 2 സാധാരണ ജീവനക്കാർ, അതായത് ഓഫീസ് അറ്റൻഡർമാരായി എത്തി പിന്നീട് ചൌക്കിദാർമാരായി ജോലി ചെയ്യുന്ന 2 സാധാരണ ജീവനക്കാർക്ക് വിവേചനം നേരിടേണ്ടി വന്നത്. ഈ സംഭവത്തിന്മേലാണ് ഇപ്പോൾ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുള്ള എഫ്ഐആർ പുറത്തു വന്നിരിക്കുന്നത്. ആ എഫ്ഐആർ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഹുസൂർ ശിരസ്ദാർ അവരുടെ മേലുദ്യോഗസ്ഥയായ ഹുസൂർ ശിരസ്ദാർ ഇവരോട് ജാതീയമായ വിവേചനം നടത്തിയെന്നുള്ള ആരോപണമാണ് എഫ്ഐആറിൽ ഉള്ളത്. ഒപ്പം തന്നെ ഈ സംഭവങ്ങൾക്ക് അടിസ്ഥാനമായ കാര്യം കഴിഞ്ഞ 1 മാസം മുമ്പാണ് സംഭവിക്കുന്നത്. അതായത് ആലപ്പുഴ കളക്ടറേറ്റ് ജനുവരി മുതൽ പുതിയ അറ്റൻഡൻസ് രജിസ്റ്റർ ഈ 2 ജീവനക്കാർക്കായി വെച്ചു എന്നുള്ളതാണ്. ഇവരെ റവന്യൂ വിഭാഗത്തിന്റെ കീഴിൽ റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം ഒപ്പ് നൽകി രേഖപ്പെടുത്തിയിരുന്ന ഹാജർ പുസ്തകത്തിൽ ഒപ്പ് രേഖപ്പെടുത്തിയിരുന്ന ഉദ്യോഗസ്ഥരാണ്. എന്നാൽ അതിനുശേഷം ഈ ജനുവരിയോടുകൂടി അവരെ പാർട്ട് ടൈം സ്വീപ്പർമാരുടെ തസ്തികയിൽ ലിസ്റ്റിൽ അവരുടെ ഹാജർ ബുക്കിലേക്ക് ഇവരിൽ നിന്നും ഈ ലിസ്റ്റിൽ നിന്നും അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുന്നു. എന്നിട്ട് ഇവരുടെ ഈ പാർട്ട് ടൈം സ്വീപ്പർമാരുടെ ഏറ്റവും ഈ പേരിന്റെ പട്ടികയുടെ ഏറ്റവും ഒടുവിലായി ഇവരുടെ പേര് സ്ഥാപിക്കുന്നു. തുടർന്ന് അവർ ചോദ്യം ചെയ്തുകൊണ്ട് ഹുസൂർ ശിരസ്ദാറെ സമീപിക്കുന്നു. എന്നാൽ അങ്ങനെ സമീപിക്കുന്ന ഘട്ടത്തിൽ ഇവർ ഒരു പടി കൂടി കടന്ന് ഇവർക്ക് 2 പേർക്കും വേണ്ടി പ്രത്യേകം അറ്റൻഡൻസ് രജിസ്റ്റർ തയ്യാറാക്കി എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും ഗൗരവകരമായ വിഷയം. തുടർന്ന് ആലപ്പുഴ കളക്ടറേറ്റിലെ ജീവനക്കാരനായ രഞ്ജിത്തും ഒപ്പം തന്നെ രഘുനാഥും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് രഞ്ജിത്തിന്റെ ഭാര്യ പരാതി നൽകുന്നു. ഒപ്പം തന്നെ ഇതിനകത്ത് പട്ടിക SC കമ്മീഷനും ഇവർ പരാതി നൽകുകയും ചെയ്തു. പക്ഷെ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. മുഖ്യമന്ത്രിക്ക് ആവർത്തിച്ച് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം ഇവിടെ റവന്യൂ വകുപ്പിൽ നിന്നും ഇത് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകുന്നു. അങ്ങനെ ലാൻഡ് അക്വസിഷന്റെ ചാർജുള്ള ഡെപ്യൂട്ടി കളക്ടർക്കാണ് ഇപ്പോൾ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. ഈ സംഭവത്തിനകത്തേക്ക് നയിച്ച കാര്യത്തിനകത്ത് ഇപ്പോൾ എഫ്ഐആർ വന്നിരിക്കുന്നതിൽ ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നു. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തിന് ഇങ്ങനെ തങ്ങൾക്ക് വേണ്ടി മാത്രം മറ്റൊരു അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് ഈ ഉദ്യോഗസ്ഥർ ചോദിച്ച ഘട്ടത്തിൽ പട്ടിക്കും പൂച്ചയ്ക്കും ഇത് മതി എന്ന് ഈ ഹുസൂർ ശിരസ്ദാറായ പ്രീത പ്രതാപൻ പറഞ്ഞു എന്നുള്ള വിവരമാണ്
അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്. ഇതിനകത്ത് വേറെ ചില കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ടോം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സ്റ്റാഫ് കൗൺസിലിന്റെ സെക്രട്ടറിയായി ഈ ഉദ്യോഗസ്ഥൻ, അതായത് പരാതിക്കാരനായ ഉദ്യോഗസ്ഥനെ നേരത്തെ തെരഞ്ഞെടുത്തിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെയും കീഴ് ജീവനക്കാരിൽ ഒരാളാണെങ്കിൽ പോലും ഇയാൾ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. 3 തവണ സർക്കാരിന്റെ ഗുഡ് സർവീസ് എൻട്രി നേടിയ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു നല്ല സർവീസ് റെക്കോർഡുള്ള, മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഉള്ള ഒരാൾ പിന്നീട് റവന്യൂ കലോത്സവത്തിൽ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ കവിതയ്ക്കും ഒപ്പം തന്നെ കഥാരചനയ്ക്കും ഇയാൾക്ക് 1ാം സ്ഥാനം ലഭിക്കുന്നു. ആലപ്പുഴ കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർക്കൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് അവരുടെ ആദരവ് ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇത് ഒക്കെ തന്നെയും ഇവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥർക്ക് അത്ര കണ്ട് ദഹിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരു ഈഗോ ഇതിനിടയിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഹുസൂർ ശിരസ്ദാർ മാറുകയും പുതുതായി ചുമതലയെടുത്ത വ്യക്തി ഇവരോട് പകയോടുകൂടി പെരുമാറുകയും ചെയ്തു എന്നാണ് ഇവരുടെ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഉള്ള ഒരു വിവേചനം അത് ജാതീയമായ ഒരു വിവേചനത്തിലേക്ക് മാറുകയും പരാതിയുമായി ഈ കീഴ് ജീവനക്കാരൻ മേലുദ്യോഗസ്ഥരെ സമീപിച്ചു. ഇതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്കറിയാം, ഒരു വലിയ തലത്തിൽ അല്ലെങ്കിൽ ഒരു ചീഫ് സെക്രട്ടറിയെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥ ജാതീയമായ അധിക്ഷേപം നേരിട്ടുവെന്ന് അവർ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അവരെ പിന്തുണച്ചുകൊണ്ട് മന്ത്രിമാരും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഒന്നടങ്കം രംഗത്തെത്തുന്നു. പക്ഷെ ഇവിടെ ജാതീയമായ അധിക്ഷേപം നേരിട്ട ഒരു ഉദ്യോഗസ്ഥർക്കും കീഴ് ജീവനക്കാർക്കും നീതി ഉറപ്പാക്കേണ്ടതല്ലേ? ഈ വീഴ്ച വരുത്തിയ, ഇങ്ങനെ ജാതീയമായി അധിക്ഷേപിച്ച ആ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും? ഇതുവരെയും ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടികളിലേക്ക് ഒരു അന്വേഷണമെങ്കിലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ ശരണ്യ? ടോമെ, അത് ഈ അന്വേഷണം തന്നെ ആദ്യഘട്ടത്തിൽ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഈ ഉദ്യോഗസ്ഥരെ ഈ സംഭവത്തെ സംബന്ധിച്ച്, പരാതിയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയത് ഹുസൂർ ശിരസ്ദാറിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായും നമുക്കറിയാം, ചീഫ് സെക്രട്ടറിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഇവിടുത്തെ താഴെത്തട്ടുള്ള ഉദ്യോഗസ്ഥരുടെ മേലുദ്യോഗസ്ഥന്മാരെ എത്രമാത്രം ഭയക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മൊഴി രേഖപ്പെടുത്തുന്നതിൽ അത് നീതിപൂർവമായ ഒരു അന്വേഷണമല്ല എന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും രഞ്ജിത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അതിനകത്ത് മറ്റൊരു അന്വേഷണം നടന്നു വരുന്നത്. എങ്കിൽ പോലും ഇത് കാര്യക്ഷമമായ ഒരു അന്വേഷണം ഇതിനകത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് SC കമ്മീഷൻ ഫെബ്രുവരി 13 ഈ വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 30 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു കമ്മീഷൻ നൽകിയ നിർദ്ദേശം. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഒരു ഇടക്കാല റിപ്പോർട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റിൽ നിന്ന് ഈ ലാൻഡ് അക്വിസിഷന്റെ ഡെപ്യൂട്ടി കളക്ടർ നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഈ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷണം സംബന്ധിച്ച വിശദാംശങ്ങളല്ല, മറിച്ച് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും മാത്രമുള്ള ഒരു മറുപടിയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, സ്വാഭാവികമായും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് അവരെ സംരക്ഷിക്കുന്നുള്ള നിലപാടിലേക്ക് ഉദ്യോഗസ്ഥർ മാറാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സാധ്യത ഈ കേസിലും പരിഗണിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ 2 ഉദ്യോഗസ്ഥരുടെ സാഹചര്യത്തിൽ ഇതിൽ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ സ്റ്റാഫ് കൗൺസിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നു. അതായത് ഈ സ്റ്റാഫ് കൗൺസിലിലേക്ക് ഇനി ഒരു ഘട്ടത്തിൽ പോലും ഈ സ്റ്റാഫ് കൗൺസിലിലേക്ക് ഇവർക്ക് ഈ 2 ഉദ്യോഗസ്ഥർക്ക്, ഈ ചൌക്കിദാർമാരായ 2 പേർക്കും പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ അവരെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ അങ്ങ് മാറ്റി കളഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇനി ഇവർ 2 പേരും ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുകയാണ്. ഇവർക്ക് 2 പേർക്കും പങ്കെടുക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു. അപ്പോൾ അതിനകത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ വസ്തുതയുണ്ടെന്ന് തന്നെയാണ് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ഈഗോ, താഴെത്തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്ന അയാളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചപ്പോൾ ഉണ്ടായ അതിനകത്ത് ഉള്ള ഈഗോ വർക്കൗട്ട് ആയിരുന്നു എന്നുള്ളത് ഈ രജിസ്റ്ററിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്തിയപ്പോൾ ഇവർക്ക് നേരിടേണ്ടി വരുന്ന ഇത്തരം പരിമിതികൾ ആയിരിക്കാം. അതല്ലെങ്കിൽ ശരണ്യ, ഇന്ന് നമുക്കറിയാം തൊഴിലിടങ്ങളില്, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളില്, ഒരുപക്ഷെ സുഹൃത്തുക്കൾക്കിടയിൽ പോലും ഈ രീതിയിൽ ജാതീയമായ വിവേചനം അല്ലെങ്കിൽ ജാതീയമായ അധിക്ഷേപം നേരിടുന്ന പല സംഭവങ്ങളും ഈ സമീപകാലങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആലപ്പുഴ കളക്ട്രേറ്റിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ ഈ സർവീസ് സംഘടനകളുടെയൊക്കെ നിലപാടെന്താണ്? ഈ അധിക്ഷേപം നേരിട്ട ജീവനക്കാർ ഏത് സംഘടനയിൽപ്പെട്ടവരാണ്? സംഘടനകളുടെ പിന്തുണയുണ്ടോ? കാരണം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, ഈ ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരാൾ പോലും പ്രതികരിച്ചതായി അല്ലെങ്കിൽ ഒരു പ്രതിഷേധം പോലും ഉണ്ടാകുന്നില്ലല്ലോ.
ഇതിപ്പോ സർവീസ് സംഘടനകളെല്ലാം തന്നെ ഇത് ഏറ്റെടുത്തുകൊണ്ട് ശക്തരായ വിഭാഗം ആരാണോ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. നമ്മൾ കണ്ട പരാതിക്കാരായ ഉദ്യോഗസ്ഥർ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ്. അത്തരത്തിൽ സർവീസ് സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടായെന്ന് ഉൾപ്പെടെ അദ്ദേഹം നമ്മൾ ഈ ഉദ്യോഗസ്ഥരുടെ കുടുംബവുമായി ഈ ജീവനക്കാരുടെ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇതൊരു മാനസികമായ ഒരു ടോർച്ചറിംഗ് ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആദ്യം പാർട്ട് ടൈം സ്വീപ്പർമാരുടെ ലിസ്റ്റിന്റെ ഏറ്റവും ഒടുവിൽ കൊണ്ടുപോയി ഇവരുടെ രണ്ടുപേരുടെയും പേര് എഴുതുന്നു. ജനുവരി മുതൽ അത് ഇങ്ങനെ മാറ്റുകയാണ് എന്നുള്ള പോലും ഒരു സൂചന പോലും നൽകാതെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു രജിസ്റ്ററിലേക്ക് പുതിയതായ ഒരു മാറ്റം, വർഷങ്ങളായി അവർ ജോലി ചെയ്തിരുന്നിടത്ത് ഒരു പുതിയൊരു മാറ്റം വരുന്നത്. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകമായ ഒരു രജിസ്റ്റർ വരുന്നു. അങ്ങനെ വേറിട്ട് നിർത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായും നമുക്കറിയാം ഇങ്ങനെ ഒരു ഇപ്പോൾ ഒരു ഇത് ഐത്താചരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പരാതി പോയിരിക്കുന്നത്. കളക്ട്രേറ്റിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ള ഒരു സാധനം വന്നതോടുകൂടി അതിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ശ്രമങ്ങളുടെ കൂടി ഭാഗമായിട്ട് പ്രബലരായ സംഘടനകളൊക്കെ തന്നെയും ഈ ആരോപണ വിധേയരായ ആളുകൾക്കൊപ്പമാണ് എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ദീർഘകാലമായി ഇവിടെ ഈ സർവീസ് രംഗത്ത് ഉള്ള ആളുകളാണ്. ഒപ്പം തന്നെ മറ്റു ആളുകളുമൊക്കെയായി, അതായത് സർവീസ് രംഗത്തുള്ളവരും സംഘടനാപരമായി ഉള്ളവരുമൊക്കെയായി വലിയ ബന്ധം പുലർത്തിയിരുന്ന ആളുകളുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ രീതിയിലുള്ള ഒരു പിന്തുണ മാത്രമാണ് ഇവർക്ക് ഈ രണ്ട് ചൌക്കീദാർമാരായ ഈ ജീവനക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ കയ്യിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകളുണ്ട്. നിയമ പോരാട്ടത്തിലേക്ക് പോകും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ രണ്ട് കീഴ് ജീവനക്കാർ മുന്നോട്ട് പോകുന്നത്. യെസ്, ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ കളക്ടറേറ്റിലാണ് രണ്ട് കീഴ് ജീവനക്കാർക്ക് നേരെ മേലുദ്യോഗസ്ഥരുടെ ജാതീയമായ അധിക്ഷേപമുണ്ടായത്. സംഭവത്തിൽ അന്വേഷണം ഇഴയുന്നു. ഒരു ശക്തമായ നടപടി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്.